ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് വി ഷേപ്പ് ഫ്രോക്കാണ്. ഇത് നമുക്ക് ഹാഫ് ഭാഗം വരെയുള്ള രേഖചിത്രമാണ്. ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ആം ഹോള്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ നാലായി മടക്കിയ തുണിയെ ഷേപ്പ് വരച്ചതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് നമ്മൾ ഷേപ്പിന് അടയാളപ്പെടുത്തിയാണത്. ഇത് പിന്നെ നമുക്ക് സ്കേർട്ടിന് അടിഭാഗത്തേക്കുള്ള നെറി വെക്കാനുള്ള ഭാഗമാണ്. അതും നമ്മൾ ഇവിടെ എടുത്ത അളവിൻ്റെ അതേ വിപരീതമായിട്ടാണ് ഈ ഭാഗത്ത് ഇതേ അളവ് നമ്മളിവിടെ എടുക്കുക. അങ്ങനെയാണ് ഇവിടെ നെറി വെക്കാനുള്ളത്. ഇത് കൈ വെക്കാനുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ചിത്രമായിട്ട് നിങ്ങൾ എല്ലാവരും വരച്ചെടുക്കുക. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ 2 മടക്കി നാലായി മടക്കി. ഇനി നമുക്ക് അളവുകൾ എടുക്കാം. ഞാൻ ഷോൾഡർ ഇവിടെ 5.5 ഇഞ്ച് ഷോൾഡർ എടുത്തേക്കണ്. അതുപോലെ തന്നെ 5 ഇഞ്ച് ആം ഹോൾ എടുത്തേക്കണു. ചെസ്റ്റ് അളവ് തയ്യൽ തുമ്പടക്കം 7 ഇഞ്ച് എടുത്തേക്കണു. നീളം തയ്യൽ തുമ്പടക്കം 10 ഇഞ്ച്. ഇവിടെ വേസ്റ്റ് റൗണ്ട് ഞാൻ അടിഭാഗത്തെ അളവ് ഞാൻ 7 ഇഞ്ച് എടുത്തേക്കണം. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ 2.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് നമുക്ക് വരച്ചു കൊടുക്കുക. അതിനാണ് വി ഷേപ്പ് പറയണത്. വി ഷേപ്പ്. ഇനി നമുക്ക് ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കണം കേട്ടോ. ചിത്രത്തിലുണ്ടല്ലോ, നോട്ട് ബുക്കിൽ ചിത്രത്തിൽ നോക്കാൻ മനസ്സിലായില്ലേ. ഇനി നമുക്ക് നെക്കിൻ്റെ അളവ്, വീതി, കഴുത്തിൻ്റെ വീതി നമുക്ക് ഞാനിവിടെ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇറക്കം 3 ഇഞ്ച്. ഇനി ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. ഏത് ഷേപ്പ് നമുക്ക് കൊടുക്കട്ടോ. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു യു വി അല്ലാത്ത രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ അളവ് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. ഈ അളവ് ഇവിടെ 7 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്കുള്ള അളവെടുക്കട്ടോ. അപ്പോൾ അടിക്ക് നമുക്ക് നെറി വെക്കണതിനനുസരിച്ചാണ് എത്ര വേണ്ട ചെയ്യാം. നമുക്ക് എപ്പോഴും ഇതിൻ്റെ മൂന്നിരട്ടി എടുക്കണം നല്ലത്. എപ്പോഴും മൂന്നിരട്ടി, ഇതിൻ്റെ മൂന്നിരട്ടി. ഇതിപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഇരട്ടി ഉണ്ടാവും? 14 ഇവിടുത്തെ അളവ്. കാരണം നമ്മളിത് മടക്കി വെച്ചപ്പോൾ 7 അല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ 7 ഇവിടുന്ന് 14 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മൂന്നിരട്ടി ആകുമ്പോൾ 3 14 എടുക്കുക. അതിന് അത് 3 14 എടുത്തില്ലെങ്കിൽ കുഴപ്പത്തില്ല, നമുക്ക് നെറി കുറവാകുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ഭാഗത്തേക്ക് 21 ഇഞ്ചും അങ്ങനെ 2 ഭാഗത്തേക്ക് 25 ഇഞ്ചിൻ്റെ ഇതിൽ തുണി ഇതേ ഉള്ളൂ. ഞാൻ അങ്ങനെ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ മടക്കി വെക്കുക. അപ്പം നമ്മൾ ഇവിടെ വി ഷേപ്പിന് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ചല്ല എടുത്തത്, 2.5 ഇഞ്ച്. അതുപോലെ തന്നെ 2.5 ഇഞ്ച് നമുക്ക് ഇവിടെ എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ മടക്കി വെച്ചേക്കണം. 2 ഭാഗത്തേക്കുള്ള തുണി ഞാൻ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ 2.5 ഇഞ്ചിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ഷേപ്പ് കൊടുക്കുക. ഇത് ചിത്രം നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും നമുക്ക്. നോട്ട് ബുക്കിലെ ചിത്രം നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? എന്താ ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് നമ്മൾ എടുത്തുകൊണ്ട് മുകൾക്ക് അടയാളപ്പെടുത്തി നമ്മൾ ചെരിച്ച് വെട്ടി. ഇവിടെ ആ സ്ഥാനത്ത് ഇവിടെയാണ് നമുക്ക് ഈ 2.5 ഇഞ്ച് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിങ്ങനെ ഇത് നെറി വെച്ച് വരുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഒരു കൈ ഞാൻ ഇവിടെ 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 6 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടി 1.5 ഇഞ്ച് ഇതെടുത്ത് അപ്പം നമുക്ക് 2 കയ്യിനുള്ള കഷ്ണം കിട്ടിയിട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സ്റ്റിച്ചിങ് നാളെ കാണാം.